കഴിഞ്ഞ ദിവസമായിരുന്നു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥൻ മാസങ്ങളോളം സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ നിന്ന് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെന്ന വിവരം ആന്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിടുന്നത്. എന്നാൽ ഈ മർദ്ദനത്തിന് പിന്നിലും പെൺകുട്ടിയുടെ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ സിദ്ധാർത്ഥനെ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതി കാശിനാഥനോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നുവെന്ന വിവരം സ്ക്വാഡിന് ലഭിച്ചെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവോ സാക്ഷിമൊഴിയോ ലഭിച്ചിട്ടില്ല. അതിനാൽ ഈ വിവരം പോലീസിന് കൈമാറി. എന്നാൽ അന്വേഷണം പോലീസ് നടത്തിയില്ല. ഈ പെൺകുട്ടി ഇപ്പോഴും കേസിൽ പ്രതിയുമല്ല. തൃശൂരുകാരിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ധാർത്ഥനെ SFIക്കാർ പരസ്യ വിചാരണയും മർദ്ദനവും നടത്തിയത്. ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ്. എന്നാൽ ഈ പെൺകുട്ടിയെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് മറ്റൊരു സഹപാഠിയാണ്. ഈ സഹപാഠിയും പെൺകുട്ടിയും ഗൂഢാലോചനയിൽ പങ്കാളിയുമാണ്. ഇവരിൽ ഒരാളാണ് കുന്നിൻ മുകളിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചപ്പോൾ ഉണ്ടായിരുന്നത് എന്ന കാര്യവും വ്യക്തമാണ്. ഈ പെൺകുട്ടിയുടെ പേര് പുറത്തു വരാതിരിക്കാൻ പല നീക്കങ്ങളും സജീവമായി തന്നെ നടക്കുന്നുമുണ്ട്. കേസ് അന്വേഷണം ഇനിയും CBI ഏറ്റെടുത്തിട്ടില്ല. കേസ് CBIക്ക് കൈമാറിയ ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാർ CBIക്ക് നൽകിയിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു. വലിയ ക്രൂരതയാണ് സിദ്ധാർത്ഥന് ഏൽക്കേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന രീതിയിൽ സിദ്ധാർത്ഥ് എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ അരുണിന്റെ മുറിയിൽ ഹാജരാകേണ്ടി വന്നിട്ടുണ്ടെന്നും 8 മാസം ഇത് തുടർന്നെന്നും സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ട മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്യാമ്പസിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാസങ്ങളോളം നീണ്ട പീഡനം. സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ താമസം ആരംഭിച്ചത് മുതൽ റാഗിംഗും തുടങ്ങി. അരുണിന്റെ മുറിയിൽ പലതവണ നഗ്നനാക്കി അപമാനിച്ചെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായി സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട്. ജന്മദിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതും നടന്നു. പ്രതികളായ കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചകക്കാരൻ സംഭവശേഷം ജോലി ഉപേക്ഷിച്ചു. ഈ ജീവനക്കാരൻ പലതും പുറത്തു പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം അന്വേഷണം സർക്കാർ CBIക്ക് കൈമാറിയിരുന്നു. എന്നാൽ CBI ഇനിയും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത.